ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ ഏതാനും വചനങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക്, പിശാച് നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പല ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീഴേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പോലും തിന്മയുടെ സ്വാധീനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, വളരെ ശക്തമായിട്ട് കടന്നു വരുന്നു. നല്ല ദൈവമേ, ആ സമയത്ത് അതിൽ വീഴാതെ നല്ല ശക്തിയോടെ ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാനിയേലിൻ്റെ പുസ്തകം വളരെ പ്രസക്തമായിട്ടുള്ളൊരു പുസ്തകമാണ്, മുഴുവൻ മനോഹരമാണ്. അതിൽ ആദ്യത്തെ അധ്യായം മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഏതാനും വചനങ്ങൾ മാത്രം. നബുക്കദ്നേസർ എന്ന് പറയുന്ന രാജാവ്, ബാബിലോൺ രാജാവ്, അദ്ദേഹം ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി അങ്ങ് പിടിച്ചു, അല്ലെ. ബാബിലോൺ പ്രവാസത്തിലേക്ക് ഈ ഇസ്രായേൽ ജനത്തെ അങ്ങ് കൊണ്ടുപോയി. നമുക്കറിയാം, വലിയൊരു വേദനയിലൂടെ ജനം കടന്നു പോകുന്ന സമയത്ത് നബുക്കദ്നേസർ രാജാവിൻ്റെ ഐഡിയ എന്താണെന്ന് നിങ്ങൾ നോക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയയെ പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. ഇതുപോലെയാണ് പിശാച് നമ്മുടെ അടുത്ത് പെരുമാറുക എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അദ്ദേഹം ഉപയോഗിച്ച ടെക്നിക്ക്, അദ്ദേഹം ഉപയോഗിച്ച വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ശൈലി പിശാചും ഉപയോഗിക്കും. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഷണ്ടന്മാരുടെ നായകനായ അഷ്പേനാസിനോട് രാജാവ് കൽപ്പിച്ചു, രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക. അവർ കുറ്റമറ്റവരും സുമുഖരും വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനം ആർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരും ആയ യുവാക്കളായിരിക്കണം. എന്തൊരു ഐഡിയ ആണെന്ന് അറിയാമോ? നമുക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഭരണ നൈപുണ്യം, അതിൻ്റെ ശൈലി, അതിനെ ആളുകളെ മുഴുവൻ മാറ്റിയെടുക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ടെക്നിക്, ഒരു ഉപകാരമില്ലാത്തവനെ അല്ല പിശാചിന് വേണ്ടത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിശാചിന് വേണ്ടത്, ഞാൻ നിങ്ങളോട് ഒരു വെട്ടി തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കത്തോലിക്കരെയാണ് വേണ്ടത്. ഉത്തമരായിട്ടുള്ള കത്തോലിക്കരെയാണ് പിശാച് നോട്ടമിട്ടിരിക്കുന്നത്. പത്രോസ്ലീഹ പറയുന്നത് പോലെ ആരെ വിഴുങ്ങണം എന്നാലോചിച്ച് പടിവാതിൽക്കൽ തന്നെ പാപം കാത്തു നിൽപ്പുണ്ട്, തിന്മ ആരെ കാത്തിരിപ്പിക്കുന്നതെന്ന് അറിയാമോ? അത് ഇങ്ങനെയുള്ളവരാണ്. ആരാണ്? രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ആളുകളെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ രാജകുടുംബത്തിലാണോ? പ്രഭുവർഗത്തിലെ മക്കളാണോ? ശരിക്കൊന്ന് ചിന്തിച്ചേ. നമ്മളെല്ലാവരും വിചാരിച്ച് നമ്മൾ അടിമകളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ രാജകീയ പുരോഹിത ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് നിങ്ങൾ. അപ്പോൾ നമ്മൾ കത്തോലിക്കർ രാജകീയ ഗണമാണ്, ദൈവം തെരഞ്ഞെടുത്ത ആളുകളാണ്. പിശാച് ലൂസിഫർ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടുവരണം എന്ന് പറയാമെന്നറിയാവോ? ആ കത്തോലിക്കരായിട്ടുള്ള കുറെ എണ്ണത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നാണ് പറയാ. അതിൽ നീ പെടുവോ? തീർച്ചയായിട്ടും നീ പെടും. നീ മാമോദീസ മുങ്ങി. കർത്താവിന് ഏറ്റവും അധികം വേദന എടുക്കുന്നത് ആര് പോകുമ്പോഴായിരിക്കും എന്നറിയാവോ? എല്ലാവരും പോകുമ്പോൾ കർത്താവിന് വേദന തന്നെയാണ് കേട്ടോ. എന്നാലും കർത്താവിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത, മാമോദീസ സ്വീകരിച്ച ഒരു മകൾ കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് കർത്താവിന് ഏറ്റവും അധികം വേദന എടുക്കുക. കാരണം കർത്താവിൻ്റെ രാജകുടുംബത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നീ. നീ പോകുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം വേദനിക്കും എന്നുള്ളത് കൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ച് പിശാച് ആരെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്? എന്നെയും നിന്നെയൊക്കെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരു പുരോഹിതൻ പോകുമ്പോൾ കർത്താവിൻ്റെ നെഞ്ചങ്ങ് കീറിപ്പോകും. അത് കാരണം പുരോഹിതരെ എല്ലാവരെയും പിശാച് നോട്ടമിട്ടിരിക്കുകയാണ്. ഒരു മെത്രാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മെത്രാപോലീത്ത പോകുമ്പോൾ, ഒരു കർദിനാൾ പോകുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം അങ്ങ് പല പ്രാവശ്യം അങ്ങ് കീറി മുറിക്കപ്പെടും. അത് കാരണം എല്ലാ മെത്രാന്മാരെയും കർദിനാൾമാരെയും പിശാച് നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. ഇതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ, പിശാചിൻ്റെ ആദ്യത്തെ ടെക്നിക്. ഇനി അവരെന്തുള്ളവരായിരിക്കണം?
ഇതിൽ ഒരു തിന്മയിൽ വീണ് കിടക്കണ ഒരുത്തനെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ഓൾറെഡി വീണ് കിടക്കുകയാണ്. അവനെ വേണോ? ഒരിക്കലും വേണ്ട. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതിലെങ്കിലും ഒന്നിൽ സെറ്റിൽഡ് ആവും എല്ലാ മനുഷ്യരും. ഏതെങ്കിലും ഒന്നിൽ സെറ്റിൽഡ് ആയവന് പിന്നെ പ്രലോഭനം ഇല്ല. ഉദാഹരണമായിട്ട് നന്മയിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സെറ്റിൽഡ് ആയെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനും പാലും ഒഴുകുന്ന രാജ്യത്ത് അവൻ അങ്ങ് സെറ്റിൽഡ് ആയെന്ന് വിചാരിക്കുക. പിന്നെ അവന് പ്രലോഭനം ഇല്ല. അവൻ ആ രാജ്യത്ത് അങ്ങ് മുന്നോട്ട് പോകാം. അവൻ ആ രാജ്യത്ത് നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? ഒരു രാജ്യത്തേക്കും പോകണ്ട. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വേറൊരു അവസ്ഥ, അങ്ങനെയല്ല അല്ലാത്തൊരു രാജ്യത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവൻ സെറ്റിൽഡ് അല്ല. അവൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും ഉയരാനായിട്ട്. അതുമല്ലെങ്കിൽ വേറൊരു തിന്മയിൽ അങ്ങ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരുത്തനാണെന്ന് വിചാരിക്കുക. എല്ലാവിധ തിന്മയും ചെയ്ത് ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. അവനും പ്രലോഭനത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആളുകൾക്കാണ് പ്രലോഭനത്തിൻ്റെ പ്രശ്നമുള്ളത്. അങ്ങനെയുള്ള ആളുകളെ എൻ്റെ അടുക്കൽ നീ കൊണ്ടുവരിക. അവർ കുറ്റമറ്റവരായിരിക്കണം, വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അവരെ പിശാചിന് വേണം. അതുകൊണ്ട് നിനക്കൊരു പ്രലോഭനവും ഇല്ലേ? ഇല്ലെങ്കിൽ സൂക്ഷിച്ചോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നീ നന്മയിൽ ഭയങ്കരമായിട്ട് സെറ്റിൽഡായി നിന്നെ പിശാചിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തെ അത്രയും 7-ാം സദനം എന്ന് പറയുന്ന ഒരു സദനം അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. 6 സദനത്തിലും പിശാചിൻ്റെ മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകപ്പെടാം. 6-ാമത്തെ സദനത്തിൻ്റെ പ്രത്യേകത, ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ലെവിറ്റേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് അങ്ങ് ഉയർന്നങ്ങ് പോകും. ഭൂമിയിൽ നിന്നുള്ള ബന്ധം അങ്ങ് വിട്ടിട്ട് ഗ്രാവിറ്റീനെ അതിജീവിച്ചിട്ട് അയാൾ ഉയർന്നു പോകുന്ന അവസ്ഥയാണ് 6-ാം സദനം എന്ന് പറയുന്നത്. കർത്താവുമായിട്ട് അത്രയും യൂണിറ്റി ഉണ്ടാകുന്നൊരു സദനമാണ്. ആ സദനത്തിൽ വരെ നിന്നെ പിശാചിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്നാൽ 7-ാം സദനം, അത് മണവറ എന്നുള്ളൊരു വാക്കാണ് അമ്മ ത്രേസ്യ ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും ദൈവമായിട്ടുള്ള ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള യൂണിയനാണ്. അതിൽ പിശാചിന് പ്രവേശനമില്ല. അങ്ങനെ ഒരാളെ പിശാചിന് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും പറ്റില്ല. അത് അത്രയും ഭയങ്കര ഇൻറ്റിമേറ്റ് യൂണിയൻ്റെ സ്ഥലമാണ്. ബാക്കി 6 സദനത്തിലും കർത്താവുമായിട്ടുള്ള യൂണിറ്റി ഉണ്ട്. 6 സദനത്തിലും പിശാചിന് മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറ്റും. 7-ാം സദനത്തിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ശക്തിക്കും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ പറ്റില്ല. ഒരു പിശാചിന് മുമ്പിലും നമ്മളെ കൊണ്ടുപോയി നിർത്താനും പറ്റില്ല. നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ല എന്ന് നമുക്കറിയില്ലെങ്കിലും പിശാചിനറിയാം വളരെ വ്യക്തമായിട്ട് നമ്മളെവിടെ നിൽക്കണേ എന്നുള്ളത്. എൻ്റെ പ്രിയമുള്ള മക്കളെ, ഈ ഒരു ടെക്നിക്ക് പിശാച് ഉപയോഗിക്കുകയാണ്. മുമ്പിൽ കൊണ്ടുവരിക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല അച്ഛനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്, ഏറ്റവും നല്ല കൈക്കാരനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്, ഏറ്റവും നല്ലൊരു സുവിശേഷ പ്രഘോഷകനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രലോഭനം ഉണ്ടാകും, ഉറപ്പ്, തീർച്ച എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരാണ്. 2-ാമത്തെ ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ഒന്ന് ആദ്യം കൊണ്ടുവരുന്നു. 2-ാമത്തെ ടെക്നിക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ ഈ യുഗവുമായിട്ടൊന്ന് അതിനെ ഒന്ന് കോറിലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ ടെക്നിക്ക് എന്താണെന്നറിയോ? വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിൻ്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിൻ്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കണം. ഒരു കാര്യം, ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ കൽദായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം. അതായത് ഇവൻ ഉപയോഗിക്കുന്ന ശൈലി എന്താണെന്നറിയോ? ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കുക. പിശാച് ഈശോനെ കൊണ്ടുപോയിട്ട് ഈശോയോട് പറഞ്ഞ, നിനക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നിനക്ക് ഈ കാണുന്ന മുഴുവൻ ഞാൻ തരാം, ഈ രാജ്യം മുഴുവൻ നിനക്ക് ഞാൻ തരാം, ഈ സ്ഥാനമാനങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം. അല്ല, എല്ലാം തരാൻ അത് തരും ചെയ്യും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അപ്പോൾ രാജാവ് കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെയും അധികാരത്തിൻ്റെയും, ഇവൻ ലൂസിഫർ എന്ന് പറയുമ്പോൾ അവന് കുറേ അധികാരങ്ങളുണ്ട് അല്ലേ, കുറേ ശക്തിയുണ്ട്. എന്താ പറയുക, പ്രകാശത്തിൻ്റെ മാലാഖയായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള മാലാഖയായിരുന്നു. അത് നമ്മൾ വചനത്തിൽ എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും ഏശയ്യയുടെ പുസ്തകത്തിലൊക്കെ അവനെ ആരായിരുന്നു എന്നൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളതൊന്നും അതിലേക്കൊന്നല്ല കിടക്കുന്നത്. അപ്പോൾ അത്രയും ശക്തി അതൊക്കെ അവൻ നമുക്ക് തരും. അതിൻ്റെ ഓഹരി നമുക്ക് തരും. അത് അവൻ കുടിച്ചിരുന്ന അവൻ്റെ പവറിൻ്റെ ഭാഗമൊക്കെ അവൻ നമുക്ക് തരും. നമ്മളായിട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ്റെ ലിപിയും ഭാഷയും നമ്മെ പഠിപ്പിക്കും. അവൻ്റെ ലിപിയും ഭാഷയും, ഇവിടെയാണ് 2-ാമത്തെ ടെക്നിക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അവൻ്റെ ലിപിയും ഭാഷയും നമ്മളെ പഠിപ്പിക്കും. ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളിത് വളരെ ശ്രദ്ധാപൂർവ്വം, ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്, അതേസമയം വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇതിനെ നോക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ഇന്ന് പിശാച് അവൻ്റെ ഭാഷയും ലിപിയും പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൊബൈൽ ഫോൺ.
മൊബൈൽ ഫോൺ. ഇന്ന് അവൻ്റെ ഭാഷ, അവൻ്റെ ശൈലി, അവൻ്റെ സുഖം, അവൻ്റെ എല്ലാം പഠിപ്പിച്ച് അവൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്നാ? മ്യൂച്വൽ റെസ്പെക്റ്റാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഈ മൊബൈൽ ഫോണിലൂടെ അവൻ്റെ ഭാഷ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തോടുള്ള ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റിൻ്റെ കുറവ്. മറ്റുള്ളവരുടെ ശരീരം എനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമാക്കി ആരും അറിയുന്നില്ല പുറത്ത് അതിലേക്ക് മാറ്റി കൊണ്ടുവരുന്ന ഒരു അവസ്ഥ. ഏതാനും യുവജനങ്ങൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അവരെന്നോട് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് വരണോ? വേണ്ട, അല്ല അച്ഛൻ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട്. പലപ്പോഴും ആമ്പിള്ളേർ പാവങ്ങളാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആമ്പിള്ളേർ പലപ്പോഴും ഏറ്റവും അധികം തുറവിയോടെ സംസാരിച്ചിട്ടുള്ളത് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളാണ്. പെൺകുട്ടികളോ ആൺകുട്ടികളോ മോശമോ ഗുണമോ ഒന്നും പറയാനല്ല, മറിച്ച് ആൺകുട്ടികളിൽ കുറേ പാവങ്ങളുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ ഈ മക്കൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്: അച്ഛാ, ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്. അച്ഛൻ ആരോടും പറയാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല അച്ഛോ, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾ അശുദ്ധമായ സിനിമകൾക്ക് ഞങ്ങൾ അഡിക്റ്റാണ്. തുറന്നു പറയാം മക്കൾ, ഞങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. ഞങ്ങൾ ഒരാഴ്ച ചിലപ്പോൾ അതിൽ നിന്ന് മാറാം അച്ഛാ, അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അതിലേക്ക് തന്നെ വീഴാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവൻ ഈ ഭാഷ എവിടെ നിന്ന് പഠിച്ചു? ഇവൻ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ശരീരത്തെ ബഹുമാനിക്കാൻ പറ്റാത്ത വിധത്തിൽ. ഞാൻ അവരോട് ഈ വചനം അവരുടെ അടുത്ത് പറയാറുണ്ട്: മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക. നിന്റെ ശരീരം അല്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ പ്രിയപ്പെട്ടവരുടെയും ശരീരം ഇങ്ങനെ മറ്റുള്ളവർ കണ്ട് അങ്ങനെ രസിക്കണമെന്നോ ഉപയോഗിക്കണമെന്നോ നീ ആഗ്രഹിക്കുന്നുണ്ടോ മോനെ? അവർ ഇല്ല അച്ചോ, ഒരിക്കലും ഇല്ല. എന്നിട്ട് നീ എന്തേ? അപ്പോൾ നോക്കിയാൽ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഭാഷ അങ്ങ് ലംഘിച്ച്, ദൈവത്തിൻ്റെ ലിപി പോയി എൻ്റെ പ്രിയമുള്ള സഹോദരൻ. അങ്ങ് ദൈവത്തിൻ്റെ ഭാഷ അവിടെ നിന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ എഴുതിയത്, റോമലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, നിൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ അവിടെ നിന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതങ്ങ് മാച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ ഭാഷ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പിശാച് എഴുതാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൊബൈൽ ഫോൺ. ഇനി നോക്കി ഇതിൻ്റെ പവർ എന്തുമാത്രം ഉണ്ടെന്ന്. നിങ്ങൾ ഒരു കുട്ടിയോട് ഒരു ധ്യാനത്തിന് വരുമ്പോൾ, ഇപ്പോൾ കല്യാണ കോഴ്സിനൊക്കെ പിള്ളേർ വരുമ്പോൾ അവരുടെ വലിയൊരു വിഷമം എന്താണെന്നറിയാമോ? അവരുടെ വലിയ വിഷമം 2 ദിവസം മൊബൈൽ മാറ്റി വയ്ക്കുന്നതാണ്. ഭയങ്കര വിഷമമാണ് പല കുട്ടികൾക്കും. ഞാനൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിർബന്ധമാണ് മൊബൈൽ വാങ്ങി വെക്കണമെന്ന്. ചില കുട്ടികൾ ആ നിർബന്ധം കാരണം മൊബൈൽ വാങ്ങി വെക്കും എന്നുള്ളൊരു പ്രശ്നം കാരണം ആ ധ്യാനം കൂടാതെ ആ മക്കളങ്ങ് പോയി. കാരണം ഇത് ഉപേക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള മൊബൈൽ ഫോൺ പൊട്ടയാണോ? ഞാൻ പൊട്ടയാണെന്നൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ ഭാഷയുണ്ട് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ പഠിക്കുന്നത് ദൈവത്തിൻ്റെ ഭാഷയല്ല. അടിസ്ഥാന ഭാഷ എന്താ? മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരോട് ചെയ്യുക. സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് ദൈവത്തിൻ്റെ ഭാഷ. പിശാചിൻ്റെ ഭാഷ എന്നാ? പിശാചിൻ്റെ ഭാഷ മറ്റവനെ ഉപയോഗിക്കുക. നിന്റെ സുഖത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും നിനക്ക് ഉപയോഗിക്കാം, ആരെ വേണമെങ്കിലും നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഇതാണ് പിശാചിൻ്റെ ഭാഷ. അതാണ് 2-ാമത്തെ ഒരു ടെക്നിക്ക് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഈ 2 ടെക്നിക്കിൽ പെട്ടുപോയ 4 പേരുടെ പേര് ഞാൻ വായിക്കാം. 4 പേര് ഇതിൽ പെട്ടുപോവാണ് കേട്ടോ. എന്നിട്ട് എങ്ങനെയാണ് അവർ അതിനെ അതിജീവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അവരുടെ പേര് ഇതാണ്: യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവർ ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേരുണ്ടായിരുന്നു. ഇവര് എന്താ ചെയ്തെന്നറിയാമോ? ഇവരുടെ പേര് തന്നെ അങ്ങ് മാറ്റിയിട്ട് വേറെ പേര് കൊടുക്കുകയാണ്. അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള പേര്. ദാനിയേലിനെ ബൽതെഷാസർ എന്നും, ഹനനിയായെ ഷദ്രാഖ് എന്നും, മിഷായേലിനെ മെഷാഖ് എന്നും, അസറിയായെ അബദ്നെഗോ എന്നും അവർ വിളിച്ചു. പേര് തന്നെ മാറ്റി. പേര് മാറ്റുന്നതിന് ഭയങ്കര ഒരു പ്രസക്തി ഉണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരൻ. ആദത്തിന് ദൈവം എല്ലാ ജീവജാലങ്ങളെയും ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ആദം വിളിച്ചത് അവർക്ക് പേരായിത്തീർന്നു. ഈ പേരിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറായിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര പവറാണ്. നിങ്ങൾ പ്രത്യേകിച്ച് സെമിറ്റിക് പാരമ്പര്യത്തിൽ നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ
ഇങ്ങനെ കാണാം. എലിസബത്ത് യോഹന്നാന് പ്രസവിച്ച് പേരിടുന്ന സമയമായി കഴിഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, അപ്പനോട് ചോദിക്കണം, അപ്പൻ്റെ അധികാരമാണ് പേരിടുക എന്നുള്ളത്, അല്ലേ? അപ്പൻ്റെ അധികാരമാണ് പേരിടുക എന്നുള്ളത്. ആ പേരിട്ട് കഴിഞ്ഞാൽ നീ എൻ്റെ മോനായി, എൻ്റെയാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് പേര്. ആദം പേരിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ജീവജാലങ്ങളും ആദത്തിന് കീഴ്വഴങ്ങി. ഇതുപോലെ ദൈവം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനും മകളും ആയതുകൊണ്ടാണ് ദൈവം പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പേരിന് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോസഫാണ് യേശു എന്ന് പേരിട്ടത്, അല്ലെ? യേശുവിന് പേരിട്ടത് ജോസഫാണ്. അതാണ് ഔസപിതാവാണ്. അങ്ങനെയാണ് സെമിറ്റിക് ഒരു പാരമ്പര്യം ഉള്ളത്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നിന്നെ ഞങ്ങളുടെ സംസ്കാരത്തിൽ ഞങ്ങൾ അങ്ങ് എടുത്തു, നിന്നെ അങ്ങ് എടുത്തു, എൻ്റെ സംസ്കാരത്തിലേക്ക് നിന്നെ എടുത്തു എന്നുള്ളതാണ് പേര് മാറ്റുന്നതിൻ്റെ വലിയൊരു അർത്ഥം. ഇപ്പം പല ആളുകളും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പേര് മാറ്റാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പേര് മാറ്റുമ്പോൾ എന്താ സംഭവിക്കണേ? അവൻ്റെ ഇന്ത്യൻ പേരങ്ങ് മാറി അമേരിക്കൻ സ്റ്റൈൽ അല്ലെങ്കിൽ യൂറോപ്യൻ സ്റ്റൈലായി. യൂറോപ്യൻ സ്റ്റൈലിലുള്ള പേരുകളും കാര്യങ്ങളും ഇടാൻ തുടങ്ങി. അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുന്നതിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ പിശാച് അവൻ്റെ പേരും രീതിയും കാര്യങ്ങളൊക്കെ മാറി. എടാ, നീ കുറെ 10 കൊല്ലം മുമ്പ് നിന്നെ കണ്ട പോലെ അല്ലല്ലോ ഇപ്പം, നീ ആളാകെ മാറിപ്പോയല്ലോ, നിന്റെ സ്വഭാവം ആകെ മാറിപ്പോയല്ലോ. കാരണം അവൻ്റെ പേര് തന്നെ മാറിപ്പോയി, അവൻ്റെ സംസ്കാരം വേറെയായി. എന്നാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഈ ദാനിയേൽ ചെയ്ത കാര്യം ഞാൻ പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും ഓരോ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ അങ്ങ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ. ഈ ദാനിയേൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ദാനിയേലും മിഷായേലും അസറിയായും ഹനനിയായും ചെയ്തത് ഇങ്ങനെയാണ്. രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ദാനിയേൽ നിശ്ചയിച്ച തന്നെ, ഈ ഭാഷ എനിക്ക് വേണ്ട, ഈ ശൈലി എനിക്ക് വേണ്ട എന്ന് നിശ്ചയിച്ചു. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ആ നിശ്ചയം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. എന്നിട്ട് എന്താ ചെയ്തത്? ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ നിന്റെ മക്കളായിട്ടിരുന്നോളാം, ഞങ്ങൾക്ക് നിന്റെ മക്കളായിട്ടിരുന്നാൽ മതി എന്നുള്ള ഭയങ്കരമായിട്ട് നീ ഇട്ട പേര് മതി എനിക്ക്. എന്തായാലും ഈ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ ഇവർ എന്നെ ഇതാണ് വിളിക്കാൻ പോകുന്നത്, എങ്കിലും ഈ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പിശാച് തരുന്ന സുഖം നിന്നെ മലിനമാക്കും. അത് ഏതിലൂടെ വരുന്നതായാലും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം ഏറ്റവും അധികം വരുന്ന ഒരു സ്ഥലമാണ് മൊബൈൽ ഫോൺ. ഏറ്റവും അധികം വരുന്ന ഒരു സ്ഥലം, എല്ലാം ഒളിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേ. അപ്പം അതുകൊണ്ട് മലിനമാകാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം, മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്നൊന്നുമല്ല. എന്നാൽ അതിൽ ഉള്ള മലിനമാക്കുന്ന സാധനം അത് മാറ്റാനായിട്ട് നമുക്ക് മാറ്റിവെക്കാനായിട്ട് നമുക്ക് പറ്റുമോ? അവൻ ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എൻ്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനിയാണ് ദാനിയേലിൻ്റെ വിശ്വാസത്തിൻ്റെ എലമെന്റ് വരാൻ പോകുന്നത്. ഈ സമയത്ത് ദാനിയേൽ പറയാം, ഇതൊന്നും കണ്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സുഖം ഉണ്ടാവോ? പിള്ളേർ ചോദിക്കും നിങ്ങളുടെ അടുത്ത്, ഇതൊക്കെ കാണാതെ എന്ത് ജീവിതം, ഇതൊന്നും അനുഭവിക്കാതെ എന്ത് ജീവിതം എന്ന് ചോദിക്കുന്നവൻ്റെ ഇടയിൽ ഇങ്ങനെ പറയണം. ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ദാസന്മാരെ 10 ദിവസത്തേക്ക് പരീക്ഷിക്കുക. ഇതാണോ സുഖം എന്ന് വിചാരിക്കണേ? ഇത് കഴിച്ചാലാണോ സുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കണേ? ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരിക, വീഞ്ഞു പോലും വേണ്ട, ഞങ്ങൾക്ക് സസ്യഭക്ഷണം മതി. അതിനുശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക, നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർത്തിച്ചാലും. ഇതാണ് ദാനിയേൽ വീഴാതിരിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം. എന്താണെന്നറിയാവോ? ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് മതി എനിക്ക് വേറൊന്നും വേണ്ട, ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് മതി എനിക്ക്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു അപ്പച്ചനും അമ്മയും അവരുടെ 2 മക്കള് പുറത്താണ്. 2 മക്കൾ പുറത്താണ്. ഈ അപ്പനും അമ്മയും രോഗിയായി കഴിഞ്ഞിട്ട് അപ്പൻ എന്നെ വിളിച്ചു, അച്ചോ, ഞങ്ങൾ 2 പേര് രോഗിയായിട്ടിരിക്കുക, ഞങ്ങളൊന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു, മക്കളെ വിളിക്കുന്നില്ലേ? മക്കൾക്ക് ആർക്കും വരാൻ പറ്റില്ല എന്ന് പറയണേ, മക്കൾക്ക് ആർക്കും വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. വേറെ ഏതോ രാജ്യത്ത് ജീവിക്കുന്ന മക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഒന്ന് വന്നുകൂടെ എന്ന് വിളിച്ച് ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഒന്ന് വന്നുകൂടെ? എൻ്റെ അപ്പനും അമ്മയ്ക്കും വയ്യാണ്ടായി, 2 പേരെയും ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ വേറെ എന്തോ കിട്ടിയാൽ തൃപ്തിയായി. എനിക്കൊരു ഒരു ഒരു സഹോദരനെ അറിയാം. അവൻ്റെ അപ്പച്ചന് ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ജോലി വരെ, വിദേശ രാജ്യത്ത് അമേരിക്കയിലുള്ള ജോലി വരെ ഉപേക്ഷിച്ച് അവൻ്റെ അപ്പനെ നോക്കാൻ വന്നു. അവൻ്റെ മനസ്സിലുള്ള, എനിക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരിക. എന്നിട്ട് നോക്കുക, എന്താ നോക്കേണ്ടത്? മറ്റുള്ളവനേക്കാൾ
മറ്റവനേക്കാൾ കൂടുതൽ സ്നേഹവും അഭിമാനവും സന്തോഷവും ഉള്ളവനായിട്ട് നീ എന്നെ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ദൈവത്തിൻ്റെ ഭാഷ പഠിച്ചിട്ട് നീ കൂടുതൽ ബെസ്റ്റായിട്ടുണ്ടോ, നീ കൂടുതൽ ടോപ്പായിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കട്ടെ എല്ലാവരും, ദൈവത്തിൻ്റെ ഭാഷ പഠിച്ചിട്ട് നീ ബെസ്റ്റായിട്ടുണ്ടോ എന്ന്. എൻ്റെ പ്രിയമുള്ള സഹോദരനെ, അവനെ വീണ്ടും തിരിച്ചു വിളിച്ചു അതേ രാജ്യത്തേക്ക്, അമേരിക്കയിലേക്ക് തന്നെ, അതിനേക്കാൾ വലിയ പോസ്റ്റ് നൽകിക്കൊണ്ട്. കാരണം ഇവനെ ശരിക്കും ഇവൻ്റെ കൃപ കണ്ടപ്പോൾ, ഇവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ കണ്ടപ്പോൾ, ആത്മാവിൻ്റെ പവർ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇവനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഇവനെ തിരിച്ചു വിളിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. നോക്കിയാൽ 10 ദിവസം അവർ പച്ചവെള്ളവും സസ്യഭക്ഷണവും മാത്രം കഴിച്ചു. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ വന്ന് ഇവരെ നോക്കുകയാണ്. 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? 10 ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു. അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞിനും പകരം അവർക്ക് സസ്യഭക്ഷണം നൽകി. എന്നാൽ പിന്നെ എന്താ സംഭവിച്ചത്? ഈ ജനങ്ങൾ, ഈ 4 പേരും എല്ലാ വിദ്യകളിലും, എല്ലാ ശാസ്ത്രങ്ങളിലും, എല്ലാറ്റിലും ഏറ്റവും ബെസ്റ്റായിട്ട് അങ്ങ് മാറി. പിശാച് തരുന്ന ചില സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മാമോദീസ സ്വീകരിക്കാൻ വരുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, കുട്ടികൾ മറുപടി പറയാൻ പറ്റില്ല, അവരുടെ കയ്യിൽ ഇരിക്കുന്ന, അവർ ആരെ കയ്യിൽ വെച്ചിരിക്കുന്നു, മാതാപിതാക്കൾ, ജ്ഞാനസ്നാന മാതാപിതാക്കൾ അല്ലേ, അവരോട് ചോദിക്കും. അവരെന്താ മറുപടി പറയുന്നത്? ഇങ്ങനെ ചോദിക്കുക: പിശാചിനെയും പാപത്തെയും പാപത്തിൻ്റെ മാർഗങ്ങളെയും പാപത്തിൻ്റെ സുഖങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? ഈ ഒരു ചോദ്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ ഈ ടെക്നിക്ക്, പിശാച് ഉപയോഗിച്ച എല്ലാ ടെക്നിക്കിൽ നിന്നും ദാനിയേലിന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞത് എങ്ങനെയാണ്? പിശാച് തരുന്ന ഒരു സുഖവും വേണ്ട എന്ന് വിചാരിച്ചിരുന്നാണ്. ഇനി ആ സുഖം വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അവൻ മറ്റുള്ളവരെക്കാൾ ബെസ്റ്റായോ? അവൻ മറ്റുള്ളവരെക്കാൾ ബെസ്റ്റായി. അവൻ മറ്റുള്ളവരെക്കാൾ പവർഫുള്ളായോ? മറ്റുള്ളവരെക്കാൾ പവർഫുള്ളായി. മറ്റുള്ളവരെക്കാൾ ജ്ഞാനം നേടിയോ? മറ്റുള്ളവരെക്കാൾ ജ്ഞാനം നേടി. മറ്റുള്ളവരെക്കാൾ സന്തോഷവാനായോ? മറ്റുള്ളവരെക്കാൾ സന്തോഷവാനായി. ഇതാണ് ദാനിയേൽ മനസ്സിലാക്കിയ വലിയൊരു ടെക്നിക്ക്. പിശാചിൻ്റെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദാനിയേൽ സൂക്ഷിച്ചിരുന്ന, ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ആ ഒരു മന്ത്രം, അതായത് പിശാച് തരുന്ന ഒരു സുഖവും വേണ്ട, അതിനേക്കാൾ നല്ലത് സസ്യഭക്ഷണവും ജലവുമാണ്, ദൈവം തരുന്ന പച്ചവെള്ളമാണ് പിശാച് തരുന്ന വീഞ്ഞിനേക്കാൾ നല്ലതെന്ന് അവൻ തിരിച്ചറിഞ്ഞതാണ് അവനെ ഏറ്റവും മഹാനായ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാക്കി രൂപപ്പെടുത്തിയത്. നമ്മുടെ യുവജനങ്ങളെ അങ്ങനെ രൂപപ്പെടണം, അത് സംഭവിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകൾ കാണണം, വേണം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പിശാചിൻ്റെ ഏത് ലിപിയാണ് പലപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നത്? പിശാചിൻ്റെ ഏത് ലിപിയാണ്? മറ്റുള്ളവരെ ഉപയോഗിക്കുക, മറ്റുള്ളവരെ എൻ്റെ സന്തോഷത്തിന് കാരണമാക്കുക, മറ്റുള്ളവർ കുറച്ച് നഷ്ടപ്പെട്ടാലും അവൻ്റെ കുറച്ച് അഭിമാനം പോയാലും കുഴപ്പമില്ല, എൻ്റെ എല്ലാം റെഡിയായിട്ട് നിൽക്കണം, ഞാനങ്ങ് വലുതാകണം. ഈ ലിപി ഒളിഞ്ഞിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിള്ളേർ ഏത് തലത്തിലേക്കാണ് വീണു പോകുന്നത് പലപ്പോഴും ഒരു പാരൻസ് പോലും അറിയുന്നില്ല. പിശാച് ഉപയോഗിക്കുന്ന ഈ ലിപിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ഭാഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അവൻ തരുന്ന ഈ സുഖം വേണ്ടെന്ന് വെക്കുക. അതാണ് അതിനുള്ള ഏറ്റവും വലിയ വഴി. എന്നിട്ട് പരീക്ഷിക്കുക. എന്താണ് പരീക്ഷിക്കുന്നത്? കർത്താവേ, അവൻ്റെക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടോ? കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ കാണും, അവരൊക്കെ ദുഃഖിച്ചും നിരാശയിലേക്കൊക്കെ വീഴുമ്പോൾ ആനന്ദത്തിൻ്റെ നിർവൃതിയിലേക്ക് നീ വളരുന്നത് നീ കാണും, അഭിഷേകത്തിലേക്ക് ഉയരുന്നത് നിന്നെ കാണും. കർത്താവായ യേശുവേ, ഞങ്ങൾ പലപ്പോഴും പാപത്തിൻ്റെ സുഖത്തിലേക്ക് വീണുപോയി. 2 പേരുടെ കുറ്റം പറയുമ്പോൾ ഒരു സുഖം, 2 പേരുടെ ഇല്ലായ്മകൾ പറയുമ്പോൾ ഒരു സന്തോഷം, 2 പേരെ വിമർശിക്കുമ്പോൾ ഒരു സന്തോഷം, അശുദ്ധി അതിലേക്ക് വീഴുമ്പോൾ ഒരു സന്തോഷം, 2 പേരെ വെട്ടിക്കുമ്പോൾ ഒരു ആനന്ദം, മോഷ്ടിക്കുമ്പോൾ, കള്ളസാക്ഷ്യം ചെയ്ത് പണം എടുക്കുമ്പോൾ, സമ്പാദിക്കുമ്പോൾ ഒരു സുഖം. കർത്താവ്, ഇതിലൊക്കെ ഞങ്ങൾ പെട്ടുപോയി. തമ്പുരാനെ, ഞങ്ങളെ തിരികെ കയറ്റണമേ. ദാനിയേലിനെ പോലെ ഇനി ഇതിനെ കൊണ്ട് മലിനമാകാതെ ഇരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ പിടിയിൽ പോയിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ,
സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.